ഇന്ന് നമുക്ക് വൻപയർ മെഴുക്ക് വരട്ടി വയ്ക്കാവേ. ഞാൻ കുതിർത്തതല്ല, അതുകൊണ്ട് കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം, കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇടാവേ. ഓക്കെ, ഇനി ഇത് നന്നായിട്ടൊന്ന് വേവണം. നമ്മുടെ പയറങ്ങനെ നന്നായി വെന്തിട്ടുണ്ട് കേട്ടോ. 3 വിസിലേ ഞാൻ അടുപ്പിച്ചിട്ടുള്ളൂ, അപ്പോൾ തന്നെ നല്ല വെന്തിട്ടുണ്ട്. ഇതിൽ കുറച്ചൊരു വെള്ളമുണ്ട്, അത് നമുക്ക് വറ്റിച്ചെടുക്കണം. അതിലേക്ക് കടുക് വറുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുഞ്ഞുള്ളി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചതും കറിവേപ്പിലയാണ് ഇട്ടിരിക്കുന്നത്. പച്ചമുളക് ഞാൻ ജസ്റ്റ് ഒന്ന് കല്ലുകൊണ്ട് ചതച്ചതേ ഉള്ളൂ, ഓവർ എരിവാകാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇതിന് നന്നായിട്ടൊന്ന് വഴന്ന് വരണം. എന്നിട്ട് നമുക്ക് പയറിട്ട് കൊടുക്കാം. ഉള്ളി മുളകൊക്കെ നന്നായി വഴന്നു. ഇതിലേക്കിനി വേവിച്ച് വെച്ച പയറിടാം. ഞാൻ പറഞ്ഞല്ലേ കുറച്ച് വെള്ളമുണ്ട്, കുഴപ്പമില്ല, ഇത് വറ്റിച്ചെടുക്കാം നമുക്ക്. ഓക്കെ, ഇനി നന്നായിട്ടിത് വെള്ളമൊക്കെ ഒന്ന് വറ്റി വരട്ടെ. നമ്മുടെ മെഴുക്ക് വരട്ടി അങ്ങനെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഈ വെള്ളമൊക്കെ നന്നായി വറ്റി സൂപ്പറായിട്ടുണ്ട്. ഇത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം നമുക്ക്. കുക്കറിൽ വേഗം വേവിച്ചിട്ട് 5 മിനിറ്റ് കൊണ്ട് മെഴുക്ക് വരട്ടി റെഡി. സൂപ്പർ ടേസ്റ്റാണ്. ഇതിപ്പോൾ പച്ചമുളകാണ് ഞാനിട്ട്, വറ്റൽമുളക് വേണമെങ്കിൽ നമുക്കിടാം, അല്ലെങ്കിൽ കാന്താരി ഇടാം കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.